നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂർ സ്വദേശിയുടെ കൊലപാതകം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 16 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന മകന് വേണ്ടി അമ്മ കോടതിയിൽ. UAE പ്രസിഡന്റും ബംഗ്ലാദേശ് ഇടക്കാല പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കുറ്റക്കാർക്കെതിരെ നടപടി വേണം, പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഇന്ത്യൻ ബാറ്ററികൾക്ക് ഇനി ചാർജ് കൂടും. ഇറക്കുമതി നിയന്ത്രണ തീരുവ ചുമത്താൻ ഖത്തർ. 50ഓളം സേവനങ്ങൾ പരിഷ്കരിച്ച് LMRA. കന്നുകാലി വ്യാപാരം. ഖലീഫ തുറമുഖത്ത് വെറ്റിനറി ക്വാറന്റൈൻ കേന്ദ്രം തുറന്നു. ദുബായിൽ വർഷാവസാനത്തോടെ 2 പുതിയ ടോൾ ഗേറ്റുകൾ കൂടി. കണ്ണൂർ സ്വദേശിയുടെ കൊലപാതകം. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 16 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന മകന് വേണ്ടി അമ്മ കോടതിയിൽ. കണ്ണൂർ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് 16 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന തമിഴ്നാട് കലടൂർ വിരുദാചലം സ്വദേശി പരതൻ പാണ്ഡുരംഗനെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മ സരോജ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം ക്ഷമിച്ചാൽ മാത്രമേ മോചനം ലഭിക്കൂ എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഹർജിയിൽ അടിയന്തര നടപടി നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. 10 വർഷം തടവും 1000 ചാട്ടയടിയും ശിക്ഷ ലഭിച്ചത് അപ്പീൽ പരിഗണിച്ച സൗദി കോടതി വധശിക്ഷയാക്കി വർദ്ധിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് സൗദി. UAE പ്രസിഡന്റും ബംഗ്ലാദേശ് ഇടക്കാല പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തി. ബംഗ്ലാദേശ് ഇടക്കാല ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിതനായ പ്രൊഫസർ മുഹമ്മദ് യൂനൂസിനെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വളർച്ചയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയുള്ള ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനും സഹകരിക്കാനുള്ള തന്റെ താൽപര്യം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് അബുദാബി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കുറ്റക്കാർക്കെതിരെ നടപടി വേണം, പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ കുറ്റക്കാർക്കെതിരെ ഇനിയും നടപടി വൈകുന്നത് കുറ്റവാളികൾ രക്ഷപ്പെടാൻ സാഹചര്യമൊരുക്കുമെന്നും നടുമുറ്റം ഖത്തർ. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഉദാസീനത അപലപനീയമാണെന്നും നടപടികൾ വേഗത്തിലാക്കണമെന്നും നടുമുറ്റം ഖത്തർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. വരും കാലങ്ങളിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകളോടുള്ള ഇത്തരം നീതികേട് ഉണ്ടാകാതിരിക്കാൻ പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണം. ഹേമ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനും തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നിയമനിർമ്മാണം നടത്താനും കേരള സർക്കാർ മുന്നോട്ട് വരണമെന്നും നടുമുറ്റം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് ദോഹ. ഇന്ത്യൻ ബാറ്ററികൾക്ക് ഇനി ചാർജ് കൂടും. ഇറക്കുമതി നിയന്ത്രണ തീരുവ ചുമത്താൻ ഖത്തർ. ഇന്ത്യയിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വാഹന ബാറ്ററികൾക്ക് ഇനി ഖത്തറിൽ വില കൂടും. ഈ രാജ്യങ്ങളിൽ നിന്നും ഖത്തറിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വാഹന ബാറ്ററികൾക്ക് ഇറക്കുമതി നിയന്ത്രണ തീരുവ ചുമത്താൻ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയം തീരുമാനിച്ചതോടെയാണ് വില കൂടുന്നത്. വാണിജ്യ വ്യവസായ മന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് ബിൻ ഖാസിം അൽധാനിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. ഈ നീക്കം രാജ്യത്തെ ആഭ്യന്തര വിപണിയെയും വ്യവസായത്തെയും സംരക്ഷിക്കുന്നതിന്റെ കൂടി ഭാഗമാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് ദോഹ. 50ഓളം സേവനങ്ങൾ പരിഷ്കരിച്ച് LMRA. ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ 50ഓളം ഡിജിറ്റലൈസ്ഡ് സേവനങ്ങൾ പരിഷ്കരിച്ചു. കാര്യക്ഷമതയും ഉപഭോക്തൃ സംതൃപ്തിയും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ പരിഷ്കരണം LMRAയുടെ CEO നിബ്രാസ് താലിബ് ആണ് പ്രഖ്യാപിച്ചത്. തൊഴിലന്തരീക്ഷവും അതിന്റെ സേവനങ്ങളും നടപടിക്രമങ്ങളും മെച്ചപ്പെടുത്തുന്നതിനുള്ള അതോറിറ്റിയുടെ നിരന്തരമായ ശ്രമങ്ങളെക്കുറിച്ച് താലിബ് വിശദമാക്കി. മേഖലയിലെ ഒരു പ്രമുഖ നിക്ഷേപ കേന്ദ്രമാക്കി ബഹ്റൈനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും താലിബ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് മനാമ. കന്നുകാലി വ്യാപാരം. ഖലീഫ തുറമുഖത്ത് വെറ്റിനറി ക്വാറന്റൈൻ കേന്ദ്രം തുറന്നു. മൃഗങ്ങളുടെ വ്യാപാരം വർദ്ധിപ്പിക്കാനും കന്നുകാലി ഇറക്കുമതി ശക്തമാക്കാനും പുനർകയറ്റുമതി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് ഖലീഫ തുറമുഖത്ത് വെറ്റിനറി ക്വാറന്റൈൻ കേന്ദ്രം ആരംഭിച്ചു. ഇറക്കുമതി ചെയ്യുന്ന മൃഗങ്ങളിൽ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനും രാജ്യത്തേക്കുള്ള പ്രവേശനം തടയുന്നതിനും സംവിധാനം സഹായിക്കും. ഈ രംഗത്ത് ലോക നിലവാരത്തിലേക്ക് ഉയരാൻ വെറ്റിനറി ക്വാറന്റൈനിലൂടെ സാധിക്കുമെന്ന് കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രാലയം അണ്ടർ സെക്രട്ടറി മുഹമ്മദ് സഈദ് അൽ നുഐമി പറഞ്ഞു. ലോകോത്തര സൗകര്യമുള്ള കേന്ദ്രത്തിൽ വെറ്റിനറി ലാബ് യൂണിറ്റും പ്രവർത്തിക്കും.
പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ദുബായിൽ വർഷാവസാനത്തോടെ 2 പുതിയ ടോൾ ഗേറ്റുകൾ കൂടി. ദുബായിൽ 2 പുതിയ സാലിക് ഗേറ്റുകൾ കൂടി വരുന്നു. ബിസിനസ് ബേയിലും അൽസഫ സൗത്തിലുമാണ് പുതിയ ടോൾ ഗേറ്റുകൾ സ്ഥാപിക്കുന്നത്. നവംബറിൽ നിർമ്മാണം പൂർത്തിയാക്കി സാലിക് ഗേറ്റ് പ്രവർത്തന സജ്ജമാകും. ഇതോടെ ദുബായിൽ ടോൾ ഗേറ്റുകളുടെ എണ്ണം 10 ഉയരും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.